ബ്രഹ്മാവുണ്ട്, ശ്രീരാമനുണ്ട്, എല്ലാവരും സോഫയിൽ നിരനിരയായിട്ടിരിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു ബാക്കിയോ? അല്ല, ബാക്കി ആൾക്കാരൊക്കെ ഞാൻ പുറത്തു നിർത്തി, എല്ലാവരും ഇരുത്താൻ സ്ഥലമില്ല അകത്ത്, അതുകൊണ്ട് എല്ലാവരും ഞാൻ ഫ്രണ്ടിൽ നിർത്തിയല്ലേ ഇരുത്തിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു ഇതൊക്കെ എങ്ങനെ വന്ന്? അല്ല, ഞാനൊരു 3 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ചപ്പോൾ എല്ലാവരും എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പം ഞാൻ ചോദിച്ചു നീ അവരോട് എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ അവരോട് എൻ്റെ യോഗം മാറ്റണേ, എനിക്ക് പെട്ടെന്ന് സുഖം തരണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞു. ഇതാണ് ഡെലൂഷൻ. ഇല്ലാത്തത് ഉള്ള മാതിരി ഉള്ളതോ, അതാണ് ഡെലൂഷൻ ഡിസോർഡർ. അതാണ് ഇന്നത്തെ സ്കിസോഫ്രീനിക് ഡേയിൽ നമ്മൾ ആലോചിക്കേണ്ടത്. ഈ രോഗികൾ ഇല്ലാത്തത് പലതും ഉണ്ട് നമ്മുടെ മുമ്പിൽ വന്ന് പറയും. അതിനെ നമ്മൾ ഹാലുസിനേഷൻസ് എന്ന് പറയും. ഹാലുസിനേഷൻസ് പറഞ്ഞാൽ പലതരം ഉണ്ട്. സൗണ്ട് കേൾക്കുന്ന ചങ്ങാതിമാരുണ്ട്, പല സമയത്ത് പല ആൾക്കാരും വന്ന് സംസാരിക്കും. അതായത് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, മൂപ്പര് കുന്നമംഗലത്താണ് താമസം. ഏകദേശം ഒരു 55-60 വയസ്സിൻ്റെ ഇടയിൽ പ്രായമുള്ള ആളാണ്. അപ്പം ഇങ്ങനെ ഭാര്യ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മാഷങ്ങളെ നേരിട്ട് കാണണം, മൂപ്പരെ കൊണ്ട് ഞാൻ മടുത്തിരിക്കുകയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങേര് ഇപ്പോൾ കുടി നിർത്തിയിട്ട് 7-8 കൊല്ലം അയാളല്ലേ, അയാളെ കൊണ്ട് പിന്നെ എന്ത് പ്രോബ്ലം, അല്ല അയാളെ കൊണ്ട് സംസാരിക്കാനുണ്ട്. അങ്ങനെ ഈ ഭാര്യയും ഭർത്താവിനെ കാണാൻ വേണ്ടി വന്നപ്പം ഇയാൾ എന്നോട് പറഞ്ഞു ഇവളെ കൊണ്ട് ഞാൻ മടുത്ത്, ഞാൻ കുടിയനായത് തന്നെ ഇവളെ കിട്ടിയതിന് ശേഷം. ഇവളെ കൊണ്ടാണ് ഞാൻ കുടിയനായത്, അല്ലെങ്കിൽ ഞാൻ കുടിയനാവില്ലേ. ഇപ്പൊ കുടി നിർത്തിയിട്ട് ഇവളെ ശല്യം എനിക്ക് സഹിക്കാൻ വയ്യ. ഞാൻ ആ സ്ത്രീനോട് ചോദിച്ചു ഇപ്പൊ മനുഷ്യൻ കുടിയൊക്കെ നിർത്തിയിട്ട് നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് കോപ്പറേറ്റീവായിട്ട് പെരുമാറിക്കൂടെ, എന്തിനാണ് വെറുപ്പിക്കുന്നത്? അപ്പോൾ ഈ സ്ത്രീ എന്നോട് പറയാ ഇങ്ങേര് രാവിലെ സ്വന്തം അച്ഛനോട് ചോദിച്ചിട്ടാണ് വീട്ടിൽ പുറത്തേക്ക് ഇറങ്ങിക്കോട്ടെ, അതിനെന്താ, എല്ലാവരും അങ്ങനെയല്ലേ വേണ്ടത്. പ്രായമുള്ള ആൾക്കാരെ കാണുമ്പോൾ അവരോട് ഒരു പെർമിഷൻ ഒക്കെ ചോദിച്ചു പോകുന്നല്ലേ.